നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ജെയിംസ് ക്ലിയർ എന്നൊരാളുടെ കഥയിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? പുള്ളി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം അവസാന വർഷമാണ്. ഒരു ബേസ്ബോൾ മത്സരത്തിനിടെ ഒരു വലിയ അപകടം പറ്റി. കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് ബാറ്റ് വഴുതിപ്പോയി നേരെ മുഖത്ത് വന്നിടിച്ചു. അതൊരു നിസ്സാര ഇടിയായിരുന്നില്ല. മൂക്ക് തകർന്നു, തലയോട്ടിയിൽ പലയിടത്തും പൊട്ടലുകള്, കൺകുഴികൾക്ക് വരെ ക്ഷതം പറ്റി. തലച്ചോറിലെ നീർക്കെട്ട് വന്ന് അദ്ദേഹം കോമയിലായി. ദിവസങ്ങൾക്ക് ശേഷം ബോധം വന്നപ്പോൾ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, ശ്വാസമെടുക്കാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ഒരാള് വെറും 6 വർഷം കൊണ്ട് സ്വന്തം യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച കായിക താരത്തിനുള്ള അവാർഡ് നേടിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണല്ലേ? അതെ, പക്ഷെ അതാണ് സത്യം. അപ്പോൾ ചോദ്യം ഇതാണ്, എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു മാറ്റം സാധിച്ചെടുത്തത്? അവിടെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ ഒരു രസം കിടക്കുന്നത്. നിങ്ങൾ അയച്ചു തന്ന ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലേക്കാണ് നമ്മൾ ഇന്ന് ആഴത്തിലിറങ്ങി ചെല്ലുന്നത്. എങ്ങനെ ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കും, നല്ല ശീലങ്ങൾ എങ്ങനെ തുടങ്ങാം, പിന്നെ വേണ്ടാത്ത ശീലങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോ നമുക്ക് ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിന്റെ കഥയിൽ നിന്ന് തുടങ്ങിയാലോ? അത് നല്ലൊരു തുടക്കമാണ്. ഏകദേശം ഒരു നൂറ്റാണ്ട് കാലം സൈക്ലിംഗ് ലോകത്ത് ആരും അത്രയൊന്നും ഗൗനിക്കാത്തൊരു ടീമായിരുന്നു അവർ. ശരാശരിയിലും താഴെ. ഒരൊറ്റ ഒളിമ്പിക് ഗോൾഡ് മെഡൽ പോലും കിട്ടിയിട്ടില്ല. പക്ഷെ 2003 ഡേവ് ബ്രെയിൽസ്ഫോർഡ് എന്നൊരു പുതിയ കോച്ച് വന്നു. അതോടെ കാര്യങ്ങൾ മൊത്തത്തിൽ മാറി. ശരി. അദ്ദേഹത്തിന്റെ ഐഡിയ വളരെ സിമ്പിളായിരുന്നു. മാർജിനൽ ഗെയിനുകളുടെ സമാഹരണം. അതായത് സൈക്കിൾ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും 1% മാത്രം പുരോഗതി ഉണ്ടാക്കുക. വെറും 1%? അതെ, വെറും 1%. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ അവർ ചെയ്ത കാര്യങ്ങൾ കേട്ടാലാണ് നമ്മൾ ശരിക്കും ഞെട്ടുക. കൂടുതൽ കംഫർട്ടബിളായ ബൈക്ക് സീറ്റുകൾ ഡിസൈൻ ചെയ്തു. ടയറുകളിൽ ആൽക്കഹോൾ പുരട്ടി ഗ്രിപ്പ് കൂട്ടി. ഓരോ റൈഡർക്കും ഏറ്റവും യോജിച്ച മസാജ് ഓയിൽ ഏതാണെന്ന് വരെ അവർ കണ്ടെത്തി. ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്, പൊടിപടലങ്ങൾ പെട്ടെന്ന് കാണാനും അത് വൃത്തിയാക്കാനും വേണ്ടിയിട്ട് ടീം ട്രക്കിന്റെ ഉൾവശം തൂവെള്ള നിറമാക്കി. അത്രയ്ക്കും ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിച്ചു. അതെ. ജലദോഷം വരാതിരിക്കാൻ കൈ കഴുകുന്നതിന്റെ ശരിയായ രീതി പഠിപ്പിക്കാനായി ഒരു സർജനെ വരെ നിയമിച്ചുവെന്ന് പറയുന്നുണ്ട്. അതെ. അപ്പോ ഒറ്റ നോട്ടത്തിൽ ഇതൊക്കെ എന്ത് മാറ്റമുണ്ടാക്കാനാണെന്ന് ആർക്കും തോന്നും. പക്ഷെ ഇതിന്റെ പിന്നിലെ ഒരു കണക്കുണ്ട്. അത് ഭയങ്കര പവർഫുള്ളാണ്. എന്താണത്? നിങ്ങളൊരു വർഷം എല്ലാ ദിവസവും 1% മെച്ചപ്പെട്ടാൽ വർഷാവസാനം നിങ്ങൾ ഏകദേശം 37 മടങ്ങ് മെച്ചപ്പെട്ടതായി മാറും. 37 മടങ്ങോ? അതെ. നേരെ മറിച്ച് എല്ലാ ദിവസവും 1% മോശമായാലോ നിങ്ങൾ ഏതാണ്ട് 0-ലെത്തും. ഇതിനെയാണ് ക്ലിയർ സ്വയം മെച്ചപ്പെടുത്തലിന്റെ കൂട്ടുപലിശ, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. ദിവസവും 1% മെച്ചപ്പെട്ടാൽ 37 മടങ്ങ് മികച്ചതാകുമെന്നൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഇതെത്രത്തോളം പ്രായോഗികമാണ്? എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ മുന്നോട്ടു പോകാൻ പറ്റോ? ചിലപ്പം മടി തോന്നില്ലേ? തീർച്ചയായും തോന്നും. അവിടെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മളൊരു പുതിയ ശീലം തുടങ്ങുമ്പോൾ, ഉദാഹരണത്തിന് ജിമ്മിൽ പോകാൻ തുടങ്ങുന്നു വെക്കുക, ആദ്യത്തെ കുറച്ച് ദിവസമോ ആഴ്ചകളോ ഒരു മാറ്റവും നമ്മൾ കാണില്ല. ശരിയാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷെ ഫലം 0 ഇതിനെയാണ് ക്ലിയർ നിരാശയുടെ താഴ്വര അഥവാ വാലി ഓഫ് ഡിസപ്പോയിന്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. നിരാശയുടെ താഴ്വര? അതെ. നമ്മുടെയൊക്കെ പ്രതീക്ഷ പുരോഗതി ഒരു നേർരേഖയിലായിരിക്കുമെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ തുടക്കത്തിൽ ഫലം വളരെ പതുക്കെയായിരിക്കും. ആ പുസ്തകത്തിലൊരു ഐസ് ക്യൂബിന്റെ ഉദാഹരണം പറയുന്നുണ്ടല്ലോ, അത് വളരെ നല്ലൊരു ഉദാഹരണമാണ്. അതെ. 25 ഡിഗ്രിയിൽ നിന്ന് 31 ഡിഗ്രിയിലേക്ക് ചൂടാക്കിയിട്ടും ഐസ് ഉരുകുന്നില്ല എന്ന് പരാതിപ്പെടുന്നത് പോലെയാണത്. 6 ഡിഗ്രി ചൂട് കൂട്ടിയിട്ടും ഒരു മാറ്റവുമില്ല. അതെ. പക്ഷേ യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് എപ്പോഴാണ്? 32 ഡിഗ്രിയിൽ. അതെ. ആ ഒരൊറ്റ ഡിഗ്രിയിലാണ് ഐസ് വെള്ളമാകാൻ തുടങ്ങുന്നത്. അതിനർത്ഥം അതുവരെ കൊടുത്ത ചൂട് വെറുതെയായി എന്നല്ല. ആ ഊർജ്ജം മുഴുവൻ അതിൽ സംഭരിക്കപ്പെടുകയായിരുന്നു, സ്റ്റോർ ചെയ്യുകയായിരുന്നു. ഇതിനെയാണ് പ്ലാറ്റോ ഓഫ് ലേറ്റന്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആ ഒരു നിർണായക ഘട്ടം വരെ ക്ഷമയോടെ തുടരുന്നതിലാണ് കാര്യം. സാമൂഹിക പരിഷ്കർത്താവായ ജേക്കബ് റീസിന്റെ ഒരു വാചകമുണ്ട്. എന്താണത്? ഒരു കല്ലുളിക്കാരൻ പാറയിൽ 100 തവണ അടിക്കുന്നു, ഒരു പോറൽ പോലും കാണുന്നില്ല.
എന്നാൽ 101ാമത്തെ അടിയിൽ അത് രണ്ടായി പിളരുന്നു. ആ അപ്പോൾ അദ്ദേഹത്തിനറിയാം, ആ അവസാനത്തെ അടി മാത്രമല്ല, അതിനു മുൻപുള്ള 100 അടികളുമാണ് ആ മാറ്റത്തിന് കാരണം. കൊള്ളാം. അപ്പോ ഈ ചെറിയ സ്ഥിരമായ ശ്രമങ്ങളാണ് പ്രധാനം. ഇത് നമ്മളെ അടുത്തൊരു പ്രധാന ആശയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ലക്ഷ്യങ്ങൾ, അതായത് ഗോളുകൾ ഉണ്ടാക്കുന്നവരാണ്. എനിക്ക് 10 കിലോ കുറയ്ക്കണം, അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതണം എന്നൊക്കെ. പക്ഷേ ക്ലിയർ പറയുന്നത് ലക്ഷ്യങ്ങളെ മറന്ന് സിസ്റ്റമിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ്. എന്താണ് ഈ സിസ്റ്റം? സിമ്പിളായി പറഞ്ഞാൽ, ലക്ഷ്യം നിങ്ങൾക്ക് നേടേണ്ട ഫലമാണ്, റിസൾട്ടാണ്. സിസ്റ്റം ആ ഫലത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ്, പ്രോസസ്. ഒരു ഉദാഹരണം പറയാമോ? നിങ്ങളുടെ ലക്ഷ്യം മുറി വൃത്തിയാക്കുക എന്നതാണെങ്കിൽ, നിങ്ങളുടെ സിസ്റ്റം എന്നത് സാധനങ്ങൾ വലിച്ചുവാരി ഇടാതിരിക്കാനുള്ളൊരു ശീലമാണ്. ഓക്കേ. ലക്ഷ്യം ഒരു മാരത്തോൺ ഓടുക എന്നതാണെങ്കിൽ, സിസ്റ്റം നിങ്ങളുടെ പരിശീലന ഷെഡ്യൂളാണ്, എല്ലാ ദിവസവും ഓടാൻ പോകുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഇതാണല്ലേ? ഫിനിഷ് ലൈനിൽ മാത്രം നോക്കിയിരിക്കും, പക്ഷേ അങ്ങോട്ട് ഓടാനുള്ള ട്രാക്ക് ഉണ്ടാക്കാൻ മറന്നുപോകുന്നു. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നതിന് പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വിജയികൾക്കും തോൽക്കുന്നവർക്കും ഒരേ ലക്ഷ്യങ്ങളുണ്ട്. ടൂർ ഡി ഫ്രാൻസിൽ പങ്കെടുത്ത എല്ലാ ടീമിനും വിജയിക്കണമെന്ന് ലക്ഷ്യമുണ്ടായിരുന്നു. ശരിയാണ്. പക്ഷേ ബ്രിട്ടീഷ് ടീം അവരുടെ സിസ്റ്റം മെച്ചപ്പെടുത്തിയപ്പോൾ മാത്രമാണ് അവർക്ക് സ്ഥിരമായി വിജയിക്കാൻ കഴിഞ്ഞത്. 2, ലക്ഷ്യം നേടുന്നത് ഒരു താൽക്കാലിക മാറ്റം മാത്രമാണ്. അതെങ്ങനെ? നേരത്തെ പറഞ്ഞ മുറിയുടെ കാര്യം തന്നെ എടുക്കാം. മുറി വൃത്തിയാക്കി എന്ന ലക്ഷ്യം നേടിയാലും നിങ്ങളുടെ സിസ്റ്റം മോശമാണെങ്കിൽ, അതായത് സാധനങ്ങൾ വലിച്ചുവാരിയിടുന്ന ശീലം മാറ്റിയില്ലെങ്കിൽ, മുറി വീണ്ടും പഴയപടിയാകും. അത് വളരെ ശരിയാണ്. മുറി വൃത്തിയാക്കിയാലും കുറച്ചു ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെയാകും. കാരണം എന്റെ സിസ്റ്റം മാറിയിട്ടില്ല. അതെ. മൂന്നാമത്തെ പ്രശ്നം, ലക്ഷ്യങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെ പരിമിതപ്പെടുത്തുന്നു എന്നതാണ്. അതെങ്ങനെയാണ്? ലക്ഷ്യം നേടിയാൽ ഞാൻ സന്തോഷിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ആ യാത്ര മുഴുവൻ നിങ്ങൾ ഒരുപക്ഷെ അസന്തുഷ്ടനായിരിക്കും. പക്ഷേ സിസ്റ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആ പ്രക്രിയയിൽ തന്നെ, ആ പ്രോസസ്സിൽ തന്നെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. ഓക്കേ. നാലാമതായി, ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ മുന്നോട്ടു പോകാനുള്ള പ്രചോദനം നഷ്ടപ്പെടും, മോട്ടിവേഷൻ പോകും. മാരത്തൺ ഓടിക്കഴിഞ്ഞാൽ പിന്നെ പരിശീലനം നിർത്തുന്നത് പോലെ. എക്സാക്ട്ലി. എന്നാൽ സിസ്റ്റം ഉണ്ടാക്കുന്നത് ഒരു കളി ജയിക്കാനല്ല, കളി തുടർന്നുകൊണ്ടിരിക്കാനാണ്. അപ്പോ അറ്റോമിക് ഹാബിറ്റ് എന്ന വാക്കിന് കൂടുതൽ ആഴം വരുന്നുണ്ട്. അത് വെറും ചെറിയ ശീലമല്ല, ഒരു വലിയ സിസ്റ്റത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. അതെ. ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത് പോലെ അറ്റോമിക് ശീലങ്ങൾ ചേർന്നാണ് വലിയ ഫലങ്ങളുണ്ടാകുന്നത്. ശരി, സിസ്റ്റമാണ് പ്രധാനമെന്ന് മനസ്സിലായി. പക്ഷേ ഒരു സിസ്റ്റം എങ്ങനെ തുടങ്ങും? പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരാളായി നമുക്ക് സ്വയം തോന്നുന്നില്ലെങ്കിൽ. ഉദാഹരണത്തിന്, വ്യായാമം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ എങ്ങനെയൊരു ജിം സിസ്റ്റം തുടങ്ങും? വളരെ നല്ല ചോദ്യമാണ്. ഇവിടെയാണ് പെരുമാറ്റമാറ്റത്തിന്റെ 3 പാളികളെക്കുറിച്ച്, അതായത് 3 ലേയേഴ്സ് ഓഫ് ബിഹേവിയർ ചേഞ്ചിനെപ്പറ്റി ക്ലിയർ സംസാരിക്കുന്നത്. 3 പാളികളോ? അതെ. ഒരു ഉള്ളി പോലെ സങ്കൽപ്പിക്കുക. ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഫലം, അതായത് ഔട്ട്കംസ്. ഭാരം കുറയുന്നത്, പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതൊക്കെ ഇതിൽ വരും. ഓക്കെ. അതിനുള്ളിലെ പാളിയാണ് പ്രക്രിയ, അതായത് പ്രോസസ്സസ്. നിങ്ങൾ ജിമ്മിൽ പോകുന്നതും എഴുതുന്നതും പോലുള്ള ശീലങ്ങൾ. ഏറ്റവും ഉള്ളിലുള്ള കാതലായ പാളിയാണ് വ്യക്തിത്വം, ഐഡന്റിറ്റി. വ്യക്തിത്വം? അതെ. നിങ്ങളുടെ വിശ്വാസങ്ങൾ, കാഴ്ചപ്പാടുകൾ, സ്വയം നിങ്ങൾ ആരാണെന്ന് കരുതുന്നു എന്നത്. സാധാരണ നമ്മളൊരു മാറ്റം ആഗ്രഹിക്കുമ്പോൾ പുറത്തു നിന്നാണ് തുടങ്ങാറ്, അല്ലേ? എനിക്ക് മെലിയണം, ഫലം. അതിന് ഞാൻ വ്യായാമം ചെയ്യണം, പ്രക്രിയ. അതെ. എന്നാൽ ഏറ്റവും ഫലപ്രദമായ മാറ്റം ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ്. വ്യക്തിത്വത്തിൽ നിന്ന് തുടങ്ങണമെന്നാണോ? അതെ. നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ നിന്ന്. ഒരു ഉദാഹരണം പറയാം. പുകവലി നിർത്താൻ ശ്രമിക്കുന്ന 2 പേർ. ഒരാളോട് സിഗരറ്റ് നീട്ടുമ്പോൾ അയാൾ പറയുന്നു, വേണ്ട, ഞാൻ നിർത്താൻ ശ്രമിക്കുകയാണ്. ഈ മറുപടിയിൽ അയാൾ ഇപ്പോഴും സ്വയം ഒരു പുകവലിക്കാരനായിട്ടാണ് കാണുന്നത്. ശരിയാണ്. രണ്ടാമത്തെയാൾ പറയുന്നത്, വേണ്ട, ഞാനൊരു പുകവലിക്കാരനല്ല എന്നായിരിക്കും, അല്ലേ? അതാണ് പോയിന്റ്. ഒരു ചെറിയ വ്യത്യാസം, പക്ഷേ അതിന്റെ ഫലം വളരെ വലുതാണ്. രണ്ടാമത്തെയാൾ തന്റെ വ്യക്തിത്വത്തിലൊരു മാറ്റം വരുത്തിക്കഴിഞ്ഞു. പുകവലി അയാളുടെ പഴയ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു, ഇപ്പോഴത്തെ ജീവിതത്തിന്റെ ഭാഗമല്ല. ലക്ഷ്യം ഒരു പുസ്തകം വായിക്കുക എന്നതല്ല, ഒരു വായനക്കാരനാവുക എന്നതാണ്. അതെ, ലക്ഷ്യം ഒരു മാരത്തൺ ഓടുക എന്നതല്ല, ഒരു ഓട്ടക്കാരനാവുക എന്നതാണ്.
അതൊരു നല്ല പോയിന്റാണ്. പക്ഷേ ഞാനൊരു പുകവലിക്കാരനല്ല എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? നമ്മുടെ മനസ്സിനെ അതെങ്ങനെ വിശ്വസിപ്പിക്കും? അവിടെയാണ് പ്രവൃത്തിയുടെ പ്രാധാന്യം. നിങ്ങളുടെ വ്യക്തിത്വം മാറ്റാൻ 2 സ്റ്റെപ്പുകളേ ഉള്ളൂ. എന്തൊക്കെയാണത്? 1. നിങ്ങൾ ഏതു തരം വ്യക്തിയാകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് തീരുമാനിക്കുക. 2. ചെറിയ ചെറിയ വിജയങ്ങളിലൂടെ അത് സ്വയം തെളിയിക്കുക. തെളിയിക്കുകയോ? അതെ, ഓരോ തവണ നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോഴും നിങ്ങൾ ആരോഗ്യമുള്ളൊരാൾ എന്ന നിങ്ങളുടെ പുതിയ വ്യക്തിത്വത്തിന് വോട്ട് ചെയ്യുകയാണ്. ഓരോ തവണ നിങ്ങളൊരു പേജ് എഴുതുമ്പോഴും നിങ്ങൾ ഒരു എഴുത്തുകാരൻ എന്നതിന് വോട്ട് ചെയ്യുകയാണ്. ആ, പുസ്തകത്തിൽ പറയുന്ന ഒരു സുഹൃത്തിന്റെ കഥയുണ്ട്. 100 പൗണ്ടിലധികം ഭാരം കുറച്ച ഒരാൾ. അദ്ദേഹം ഓരോ നിമിഷവും സ്വയം ചോദിച്ചിരുന്നത് ഒരൊറ്റ ചോദ്യമാണ്. എന്തായിരുന്നു അത്? ആരോഗ്യമുള്ള ഒരാള് എന്തു ചെയ്യും? അവർ ടാക്സി വിളിക്കുമോ അതോ നടക്കുമോ? സാലഡ് ഓർഡർ ചെയ്യുമോ അതോ ബർഗർ ഓർഡർ ചെയ്യുമോ? ആ ചെറിയ തിരഞ്ഞെടുപ്പുകളാണ് അദ്ദേഹത്തെ മാറ്റിയത്. കൊള്ളാം. അപ്പോൾ ശീലങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക മാത്രമല്ല, വ്യക്തിത്വം നമ്മുടെ ശീലങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈ ശീലങ്ങൾ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിൽ രൂപപ്പെടുന്നത്? ഇതിനെന്തെങ്കിലും ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ? തീർച്ചയായും. എല്ലാ ശീലങ്ങളും 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിനെ ഹാബിറ്റ് ലൂപ്പ് എന്ന് പറയുന്നു. ഹാബിറ്റ് ലൂപ്പ്. ഒന്നാമത്തത് സൂചന, അതായത് ക്യൂ. തലച്ചോറിന് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള സിഗ്നൽ കിട്ടുന്ന നിമിഷം. ഓക്കെ. ഉദാഹരണത്തിന്, വൈകുന്നേരം 4 മണിയായി എന്നതോ ജോലി ചെയ്ത് ക്ഷീണിച്ചു എന്ന തോന്നലോ ഒരു സൂചനയാകാം. ശരി. അപ്പോൾ സൂചന കിട്ടിക്കഴിഞ്ഞാൽ? രണ്ടാമത്തെ ഘട്ടം വരുന്നു ആഗ്രഹം, അതായത് ക്രേവിംഗ്. ഇതാണ് ഓരോ ശീലത്തിനും പിന്നിലെ പ്രേരകശക്തി. നിങ്ങൾക്കൊരു ചായ കുടിക്കണം എന്നല്ല യഥാർത്ഥ ആഗ്രഹം. ആ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഉന്മേഷം, അല്ലെങ്കിൽ ഒരു ചെറിയ ഇടവേള, ആ ഒരു അവസ്ഥയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ, മനസ്സിലായി. മൂന്നാമത്തേതാണ് പ്രതികരണം അഥവാ റെസ്പോൺസ്. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ ശീലം, അതായത് ചായ കുടിക്കുന്നത്. നാലാമത്തേതും അവസാനത്തേതുമായ ഘട്ടമാണ് പ്രതിഫലം, റിവാർഡ്. ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി. അതെ, ആ ഉന്മേഷവും സംതൃപ്തിയുമാണ് പ്രതിഫലം. ഈ പ്രതിഫലം തലച്ചോറിന് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അടുത്ത തവണ ഇതേ സൂചന കാണുമ്പോൾ ഈ പ്രവൃത്തി ആവർത്തിക്കാൻ തലച്ചോർ നമ്മളെ പ്രേരിപ്പിക്കും. സൂചന, ആഗ്രഹം, പ്രതികരണം, പ്രതിഫലം. അതെ, ഈ ലൂപ്പ് ആവർത്തിക്കുമ്പോഴാണ് ഒരു ശീലം ഓട്ടോമാറ്റിക് ആവുന്നത്. ഈ 4 ഘട്ടങ്ങളെ മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് ശീലത്തെയും നിയന്ത്രിക്കാൻ പറ്റുമെന്നാണോ പറയുന്നത്? ഒരു പരിധിവരെ അതെ. ഈ 4 ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ജെയിംസ് ക്ലിയർ പെരുമാറ്റമാറ്റത്തിന്റെ 4 നിയമങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. ആ, 4 നിയമങ്ങൾ. അതെ, നല്ല ശീലങ്ങൾ ഉണ്ടാക്കാനും ചീത്ത ശീലങ്ങൾ ഇല്ലാതാക്കാനുമുള്ള ഏറ്റവും പ്രായോഗികമായ വഴികളാണത്. കേൾക്കാൻ താൽപ്പര്യമുണ്ട്. എന്തൊക്കെയാണ് ആ 4 നിയമങ്ങൾ? ഒന്നാം നിയമം, അത് പ്രകടമാക്കുക. മേക്ക് ഇറ്റ് ഓബ്വിയസ്. പ്രകടമാക്കുക. നല്ല ശീലങ്ങൾ തുടങ്ങാനുള്ള സൂചനകൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകണം. രാവിലെ എഴുന്നേറ്റ ഉടൻ വെള്ളം കുടിക്കണം എന്നൊരു ശീലം തുടങ്ങണമെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു കുപ്പി വെള്ളം കട്ടിലിനരികെ വയ്ക്കുക. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കാണുന്ന അതാണ്. അതെ, സൂചന വളരെ വ്യക്തമാണ്. ചീത്ത ശീലങ്ങൾ ഒഴിവാക്കാനാണെങ്കിൽ ദിനിന്റെ വിപരീതം ചെയ്യുക. മേക്ക് ഇറ്റ് ഇൻവിസിബിൾ. ഉദാഹരണത്തിന്, മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കണമെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി വെക്കുക. ഇത് ഞാൻ സ്വന്തമായി പരീക്ഷിച്ച് വിജയിച്ച ഒന്നാണ്. രാത്രിയിൽ ജിമ്മിൽ പോകാനുള്ള ഡ്രസ്സ് എടുത്ത് കട്ടിലിന്റെ അടുത്ത് വെക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കാണുന്നത് അതാണ്. പിന്നെ പോകാതിരിക്കാൻ ഒരു മടി തോന്നും. അത് തന്നെ. വളരെ സിമ്പിൾ, പക്ഷേ എഫക്റ്റീവാണ്. അപ്പോൾ രണ്ടാമത്തെ നിയമം എന്താണ്? രണ്ടാമത്തെ നിയമം, അത് ആകർഷകമാക്കുക. മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. നമ്മുടെ തലച്ചോറിന് ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുമ്പോഴാണ് ഡോപ്പമിൻ എന്നൊരു കെമിക്കൽ ഉണ്ടാകുന്നത്. ശീലങ്ങളെ ആകർഷകമാക്കിയാൽ അത് ചെയ്യാൻ നമുക്ക് കൂടുതൽ താൽപ്പര്യം തോന്നും. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊരു വഴിയാണ് ടെംപ്റ്റേഷൻ ബണ്ടിലിംഗ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമായി ബന്ധിപ്പിക്കുക. എങ്ങനെ? ഉദാഹരണത്തിന്, വ്യായാമം ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് നെറ്റ്ഫ്ലിക്സ് കാണാൻ അനുവാദമുള്ളൂ. കൊള്ളാം. അതായത് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം അതിന്റെ പ്രതിഫലമായി വെക്കുക. ഇനി മൂന്നാമത്തെ നിയമം. ത്തോളം അത് നിലനിർത്താൻ എളുപ്പമായിരിക്കും. ശരി. ഇതിലെ ഏറ്റവും നല്ല ടെക്നിക്കാണ് 2 മിനിറ്റ് നിയമം. 2 മിനിറ്റ് റൂൾ. 2 മിനിറ്റ് നിയമം. ഏത് പുതിയ ശീലം തുടങ്ങുമ്പോഴും അത് 2 മിനിറ്റിനുള്ളിൽ ചെയ്യാവുന്ന ഒന്നാക്കി മാറ്റുക. ദിവസവും ഒരു പുസ്തകം വായിക്കണം എന്നത് ദിവസവും ഒരു പേജ് വായിക്കണം എന്നാക്കുക. ദിവസവും യോഗ ചെയ്യണം എന്നതോ? അത് യോഗ മാറ്റ് വിരിക്കണം എന്നാക്കുക.
അതായത് യോഗ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന് പകരം യോഗ മാറ്റ് വിരിക്കണം എന്ന് തീരുമാനിച്ചാൽ മതി അല്ലേ? ബ്രില്യന്റ്. അതെ, തുടങ്ങാനല്ലേ ഏറ്റവും പാട്. തുടങ്ങിയാൽ പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ തോന്നും. അതാണ് പോയിന്റ്. 4ാമത്തെ നിയമം, അത് സംതൃപ്തി നൽകുക. മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈയിങ്. ഒരു ശീലം ആവർത്തിക്കണമെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു സംതൃപ്തി കിട്ടണം. നല്ല ശീലങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. അതിന്റെ പ്രതിഫലം കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. ശരിയാണ്. വ്യായാമം ചെയ്താൽ അതിന്റെ ഫലം മാസങ്ങൾ കഴിഞ്ഞേ കാണൂ. അതെ. എന്നാൽ ചീത്ത ശീലങ്ങളുടെ പ്രതിഫലം ഉടൻ കിട്ടും. അതുകൊണ്ട് നല്ല ശീലങ്ങൾക്കൊരു പെട്ടെന്നുള്ള പ്രതിഫലം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതിനെന്താ ഒരു വഴി? ഒരു ഹാബിറ്റ് ട്രാക്കർ ഉപയോഗിക്കുന്നത് ഇതിനൊരു നല്ല വഴിയാണ്. ചെയ്ത ഓരോ ശീലവും ടിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ചെറിയ സംതൃപ്തിയില്ലേ, അത് ആ ശീലം തുടരാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ 4 നിയമങ്ങൾ, മേക്ക് ഇറ്റ് ഒബ്വിയസ്, അട്രാക്റ്റീവ്, ഈസി ആൻഡ് സാറ്റിസ്ഫൈയിങ്, ഇത് ഉപയോഗിച്ചാൽ ആർക്കും പുതിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. 1% മെച്ചപ്പെടുത്തലിന്റെ ആ ഒരു ശക്തി, ലക്ഷ്യങ്ങളെക്കാൾ സിസ്റ്റംസിന് പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകത, പിന്നെ മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്നാണ് എന്ന തിരിച്ചറിവ്. അതെ, പിന്നെ ശീലങ്ങളെ നിയന്ത്രിക്കുന്ന ഈ 4 നിയമങ്ങൾ. അതെ. ഈ ആശയങ്ങളെല്ലാം വെച്ചുകൊണ്ട് കേൾക്കുന്ന നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ ഞാനൊരു ചോദ്യം തരാം. ഓക്കെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തതെല്ലാം ഇതിലേക്ക് വരൂ. ചോദ്യം ഇതാണ്: നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായി മാറാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ തെളിവായി, അല്ലെങ്കിൽ ആ പുതിയ വ്യക്തിത്വത്തിനായുള്ള നിങ്ങളുടെ ആദ്യത്തെ വോട്ടായി ഇന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ശീലമേതാണ്? ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു ചോദ്യം തന്നെയാണത്. ഒരു എഴുത്തുകാരനാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു വാചകം എഴുതുന്നതാകാം ആ ശീലം. ആരോഗ്യവാനായ ഒരാളാകാനാണെങ്കിൽ 5 മിനിറ്റ് നടക്കുന്നതാകാം. ആ ചെറിയ പ്രവൃത്തി, ആ 2 മിനിറ്റ് ശീലം നിങ്ങളുടെ പുതിയ വ്യക്തിത്വത്തിന്റെ ആദ്യത്തെ തെളിവായി മാറും. അവിടെ നിന്നാണ് വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത്. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം.